പഠിച്ച ശ്യാമള സാറും മോളും ഇല്ലേ, അവര് വീട് മാറി എന്റെ വീടിന്റെ അടുത്ത് താമസമായിട്ടുണ്ട്. ഹലോ ഹലോ എന്താ ശ്യാമള സാറിന്റെ പല്ല് പോലും തേച്ചില്ലല്ലേ? ഇല്ല. മോളെവിടെ? നീ എന്തിനാ വന്നത്? അവള് സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ അവളുടെ സൂപ്പർ സീനിയർ ആയിരുന്നു. നീ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ അവൾ LKG സൂപ്പർ. വാ മോളെ വിളിക്കേ. ആരാ മനസ്സിലായില്ല? അയ്യോ സാറിന് ഞങ്ങളെ മനസ്സിലായില്ലേ? സാറ് പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഞങ്ങള്, സാറിന്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ്. നിങ്ങളെ അങ്ങോട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. ഓർമ്മയില്ലെന്നോ? പണ്ട് നമ്മള് പഠിച്ചത് ഓർമ്മയില്ലെന്നും പറഞ്ഞ് ചമ്മതിക്കിട്ട് അടിക്കുമായിരുന്നു. എന്നിട്ടിപ്പോ സാറിനൊന്നും ഓർമ്മയില്ലെന്ന്. നിങ്ങളോക്കെ, പക്ഷെ ഇദ്ദേഹത്തെയൊക്കെ ഞാൻ പഠിപ്പിച്ചെന്ന് വെച്ചാ എന്റെ പ്രായം വരുമല്ലോ ഈ പുള്ളിക്ക്. ശരിയാ, നീ ഏജ് ഓവറായിട്ടാ. ഇതിനും കാരണം സാറാ. ഞാനോ? പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ ഇത്തിരി പൂട വന്നപ്പോ എന്നും അടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പഠിച്ചുണ്ടായതാ ഇത്രയും. മോള് വിളി. എന്റെ മോളല്ലോ, അങ്ങേരടുത്ത് പറ. സാറേ ഇച്ചിരി വെള്ളം കിട്ടും കുടിക്കേ. മോളെ പ്രിയ, ഒരു കുപ്പി വെള്ളം എടുത്തോണ്ട് വാ. ഈ മുതുക്കെന്തോ കാണിക്കുന്നു. വെള്ളം. എന്നെ മനസ്സിലായോ? പഠിച്ചപ്പോ സ്കൂളിൽ വരാന്തേ. സാർ എന്നെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടോ 2ാം ക്ലാസ്സിൽ? നീ വല്ല ടീച്ചർമാരെ നോക്കണേ. എന്നെ മനസ്സിലായോ? നിർത്തണോ? കുറെ നേരം കുതിരട്ട പപ്പുനെ പോലെ വെള്ളം വെള്ളം. വെള്ളം ഇങ്ങനത്തെ സാർ. അല്ല, നീ എന്ത് ചെയ്യുന്നു? ഞാൻ മെറിറ്റില് സീറ്റ് കിട്ടാത്തോണ്ട് ഡിമെറിറ്റ് ആയിപ്പോയി സാറേ. ഇനി അടുത്ത ഇവന്റെ അടുത്ത് ചോദിക്കും. സ്കൂളിലും അങ്ങനെ ആയിരുന്നല്ലോ. ഞാൻ പഠിച്ചില്ല സാറേ, എനിക്ക് അറിഞ്ഞൂടാ. അവരെടുത്ത് വരും. ഓൻ പഠിക്കുന്നില്ലേ? ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാരൻ സാറിന്റെ തന്നെ. പിള്ളേരെ പറ്റിച്ച് കുറെ ഉണ്ടാക്കിയല്ലേ? അല്ല, പിള്ളേരെ പഠിപ്പിച്ച് കുറെ ഉണ്ടാക്കിയല്ലേ? നിന്നെ എനിക്ക് ഓർമ്മ വന്നു. അത് പറ. പണ്ട് 3ാം ക്ലാസ്സിൽ നിക്കറി അപ്പി ഇട്ടിട്ട് നിന്നെ എന്റെ സ്റ്റാഫ് റൂമിലല്ലേ കൊണ്ടുവന്ന് നിർത്തിയത് നിക്കറി മാറ്റാൻ? ഇളക്കമായിട്ടും പഠിക്കാൻ വന്ന ബ്രില്യൻ സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്കുണ്ട ബുക്ക്. ശരി സാർ, എന്നാ ഞാനങ്ങോട്ട്. നീ വേണ്ട സാറേ. നീ PT പീരീഡ് കളിച്ചപ്പോ നിക്കറി കീറിയിട്ട് ഗ്രൗണ്ടിൽ കൂടെ ജെട്ടി ഇടാണ്ട് ഓടിയവനല്ലേടാ നീ? ഇയാൾക്ക് വേറൊന്നും ഓർമ്മയില്ല. അന്നെന്റെ പ്രാരാബ്ദം കാരണം എനിക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല. ആരെ കേൾക്കുന്നോ? നിന്നെ എന്നെ ഓർമ്മ വരാൻ ചാൻസ് ഇല്ല. അതാ എനിക്ക് നിന്നെ ഓർമ്മയില്ല. ചിലപ്പോ എന്റെ അച്ഛൻ പഠിപ്പിച്ചായിരിക്കും നിന്നെ. തലമുറ നോക്കി കയറി കേട്ടാ. ശരി, നമ്മള് ഇവിടെ തന്നെ ഉള്ള എന്തെങ്കിലും പ്രശ്നമായി വിളിച്ചാൽ ചെല്ലു.